സാധാരണ ഇന്ത്യ ചൈന അതിർത്തിയിൽ ചൈന വലിയ മുന്നേറ്റം നടത്തുന്നു എന്ന വാർത്തകളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എപ്പോഴും പുറത്തുവിടാറുള്ളത്. എന്നാൽ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത കണ്ട് ചൈന ഞെട്ടിയിരിക്കുകയാണ്. അതായത് ചൈനീസ് അതിർത്തിക്കടുത്ത് ഇന്ത്യ വലിയ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. ചൈന ഇന്ത്യൻ അതിർത്തിയിൽ ഗ്രാമങ്ങൾ കയ്യേറുന്നു, ഇന്ത്യൻ അതിർത്തിയിൽ പുതിയ ഭൂപടം വരയ്ക്കുന്നു, ഇന്ത്യ ചൈന അതിർത്തിയിൽ വലിയ നീക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തകളൊക്കെ ഇന്ത്യൻ മാധ്യമങ്ങളും കൊടുക്കാറുണ്ട്. ഇപ്പോഴിതാ ചൈനീസ് അതിർത്തിക്കടുത്ത് 17 പ്രതിരോധ പദ്ധതികൾക്ക് ഇന്ത്യ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഇന്ത്യയുടെ ഏറെ തന്ത്രപരമായിട്ടുള്ള നീക്കമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ചൈന അതിർത്തിക്കടുത്തുള്ള ലഡാക്ക്, സിക്കിം തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലെ 17 പ്രതിരോധ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കാണ് പരിസ്ഥിതി മന്ത്രാലയ കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ ബോർഡ് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് ചുറ്റുമുള്ള വികസന പദ്ധതികൾക്ക് സന്തുലിതവും സുസ്ഥിരവുമായ രീതിയിൽ അംഗീകാരം നൽകുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുതിയ അതിർത്തി ഔട്ട്പോസ്റ്റുകൾ, ബ്രിഗേഡ് ആസ്ഥാനം, വെടിമരുന്ന് സംഭരണ സൗകര്യങ്ങൾ, പരിശീലന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രതിരോധ സംബന്ധിയായിട്ടുള്ള പദ്ധതികൾക്കാണ് കമ്മിറ്റി അംഗീകാരം നൽകിയത്. ലഡാക്കിലും സിക്കിമിലും പാലങ്ങളുടെയും കൽവർട്ടറുകളുടെയും നിർമ്മാണം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ചൈനയുമായുള്ള അതിർത്തികളിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ പദ്ധതികളെല്ലാം ഏറ്റെടുക്കുന്നത്. അതേസമയം തന്നെ ദേശീയ സുരക്ഷയും തന്ത്രപരമായിട്ടുള്ള ആവശ്യകതകളും കണക്കിലെടുത്താൻ ഈ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവും പറയുന്നുണ്ട്. വന്യജീവി സംരക്ഷണ നടപടികളും പരിസ്ഥിതി സംരക്ഷണവും പൂർണ്ണമായും കണക്കിലെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും പുതിയ ഔട്ട് പോസ്റ്റുകളും മറ്റും നിർമ്മിക്കുമ്പോൾ ചൈന ഇത് ഏത് രീതിയിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത്. നേരത്തെ തന്നെ ചൈനീസ് അതിർത്തിയിൽ ചൈന വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തി. ചൈന അവിടെ എയർ ബേസുകൾ വരെ നിർമ്മിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ സാറ്റലൈറ്റ് ഇമേജിംഗിന്റെ തെളിവുകളോടെ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അപ്പോഴാണ് ഇന്ത്യയുടെ ഈ വമ്പൻ നീക്കം പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.